അപ്പത്തിന് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എരിവിന് വേണ്ടി 4 വറ്റൽമുളകാണ് എടുക്കുന്നത്. അത് മുറിച്ച് ഇതിലോട്ട് അങ്ങിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലോട്ടൊരു മീഡിയം സവാള ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് അങ്ങിട്ട് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം കൊച്ചുള്ളി വേണമെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളിയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴണ്ടി വരുന്ന സമയം കൊണ്ട് തേങ്ങ റെഡിയാക്കി എടുക്കാം. അരമുറി തേങ്ങയിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. മുളക് പൊടി അധികം കൂടിപ്പോവരുതേ, അന്നേരം അധികം കളറായി കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയും കാണത്തില്ല. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഞെരടിയെടുക്കണം. ഇവിടെ ഞാൻ കൈ കൊണ്ട് നല്ലതായിട്ട് ഞെരടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ, ഈ ഒരു കളർ വേണം ആകാനായിട്ട്. ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഉള്ളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഈ ഒരു പരുവം വന്നാൽ മതിയേ. ഈ സമയത്ത് ഇതിലോട്ട് തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് മീഡിയത്തിലിട്ട് കൊടുത്ത് ഇതിനെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങയിൽ ഈർപ്പമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റി വരണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. ചെറിയൊരു നനവ് വേണം. എന്നാലും നല്ലതായിട്ടതൊന്ന് ചൂടായി നല്ലതൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാലപ്പത്തിൻ്റെ കൂടെ ആയാലും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്ക് അപ്പം ചുടുന്ന സമയം കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.